പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം ഇവിടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം എൻ്റെ 3-ാം അധ്യായം 1 തൊട്ട് ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയക്കാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദുരാഗ്രഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ഭക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നുഴഞ്ഞു കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത സ്ത്രീകളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ അങ്ങനെ നിരന്തരമായൊരു പട്ടിക ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനം വായിച്ച് കേൾപ്പിച്ചതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വായിച്ച കൂട്ടത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുമെന്ന് പറയുമ്പോൾ ഈ വായിച്ച് കേട്ട ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവമുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളിലുണ്ടായിരിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ഭാര്യഭർത്തൃ ജീവിതത്തിലായിരുന്നാലും നിങ്ങളുടെ മക്കളിലായിരുന്നാലും ബന്ധുക്കളിലായിരുന്നാലും അയൽവാസികളായിരുന്നാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായിരുന്നാലും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ട്. നാം അതിൻ്റെ നടുവിലാണ് ജീവിക്കുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, കാലം ഇനി അധികമില്ല. യേശുവിൻ്റെ വരവേറ്റ വാസനമായിരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങളെ ത്യജിച്ച് അവ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ ജീവിച്ച് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തികൾക്ക് പോലും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്നുള്ളത് സത്യവേദ പുസ്തകത്തിനകത്തെ നിത്യമായ സത്യമാണ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ വീണ് മനുഷ്യ ജീവിതം ഈ ഭൂമിക്ക് വേണ്ടി നൽകി അവസാനം നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ നിത്യനരകത്തിലേക്ക് പോകാതെ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കണ്ട് ഈ ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ശ്രോതാവേ, മരണാനന്തര ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ മരണാനന്തര ജീവിതം നിത്യത്തിലെത്തുവാൻ നിന്നാൽ കഴിയുന്നത് പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നതാണ്. താങ്കൾ ആരുമായിരിക്കട്ടെ, ഏത് കുടുംബത്തിലും ഏത് ജാതിയിലും ഏത് നിറത്തിലും ഏത് വിദ്യാഭ്യാസത്തിലും ഒക്കെയുള്ളവനായിരിക്കാം. പക്ഷേ പാപിയായ മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഏത് സമയത്തും നമ്മുടെ ജീവൻ പോകാൻ സാധ്യതയുണ്ട്. അതിന് നടുവിൽ വിശുദ്ധമായൊരു ജീവിതം നയിപ്പാൻ ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് സന്തോഷിപ്പാൻ അനവധി കാര്യങ്ങളുണ്ട്.
ഇവിടെ രസിപ്പാൻ അനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് നിത്യതയിലെത്തുവാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം, നമ്മുടെ സംസാരത്തിന് മാറ്റം വരണം, നമ്മുടെ കേൾവിക്ക് മാറ്റം വരണം, നമ്മുടെ നോട്ടത്തിന് മാറ്റം വരണം. അങ്ങനെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു പുതിയ അനുഭവം പ്രാപിച്ചുകൊണ്ട് സത്യവചനം പറയുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിന് അടിമയായി ജീവിക്കാതെ മാനസാന്തരപ്പെടുവിൻ. കർത്താവിൻ്റെ വരവേറ്റ വാസനമായി ഈ ലോക ജീവിതം വിട്ട് നാം എല്ലാവരും പോകേണ്ടതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ വിട്ടിട്ട് ദൈവിക സമാധാനം മനസ്സിലാക്കിക്കൊണ്ട്, ദൈവിക സന്തോഷം മനസ്സിലാക്കി, ദൈവഹിതം മനസ്സിലാക്കി നാം കർത്താവിലേക്ക് മടങ്ങി വരണം. ഇത് അന്ത്യകാലമാണ്, ദുർഘട സമയങ്ങൾ. മനുഷ്യനെ തന്നെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല, മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ആർക്കും ആരോടും സ്നേഹിപ്പാനോ സഹകരിക്കാനോ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ എല്ലാ കാലത്തും കലിതുള്ളി പ്രതികാര മനോഭാവത്തോടെ നടക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ പാപജീവിതത്തെ നിങ്ങൾ ഒഴിവാക്കി സത്യത്തിലേക്ക് മടങ്ങി വരണം. യേശു ഏക രക്ഷകനാണ്. നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ, സ്വഭാവത്തെ ശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഈ വചനം ശ്രവിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, മേൽവാഴ്ച വചനത്തിനകത്ത് നിരവധി ദൈവികമല്ലാത്ത സ്വഭാവങ്ങൾ എനിക്കുണ്ട്. ആ സ്വഭാവത്തിൽ നിന്ന് വിടിവിച്ച് എനിക്ക് ശുദ്ധീകരണം നൽകണമേ. എൻ്റെ മരണാനന്തര ജീവിതം നിത്യമായ നരകത്തിലേക്ക് പോകാതെ സ്വർഗരാജ്യത്തിൽ അങ്ങോട്ട് കൂടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുന്ന വായിച്ചു. മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ ദൈവവചനം വെളിപ്പെടുത്തി അതിൽ ജനമോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ പാപം ക്ഷമിക്കണമേ, അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, ഇവിടെ കരുണ തോന്നണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.